ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ചിക്കൻ്റെ പാർട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി പോകുവാണ്. അപ്പോൾ നമ്മുടെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേരും കൂടിയാണ് ഇന്ന് പാചകം ചെയ്യുന്നത്. മകന് പനിയാണേ. അപ്പോൾ എന്നാൽ ഇത് ഹസ്ബൻഡാണ് കേട്ടോ ഒരുക്കി തരുന്നത്. എനിക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളൊന്നും അറിയില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കോഴിമക്കളും അടുത്ത് ചേർന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇവർക്ക് ഇത് എന്താണെന്നും അറിയില്ലെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. പിന്നെ ഇനി ഇത്രയും കൂടി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാചകം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റൗവൊക്കെ കത്തിക്കുന്നുണ്ട്. ഒരു ഉരുളി വെച്ചു കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഒരു സവോള, കുറച്ച് ഉള്ളി, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വാടി വരട്ടെ, എന്നിട്ട് പൊടികളിടാം. ശരിക്കും ഉള്ളി വഴന്നു വന്നതിന് ശേഷമാണ് അടുത്ത പൊടികളൊക്കെ ചേർക്കേണ്ടത്. ശകലം മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കളറിന് വേണ്ടിയിട്ടാ. കളറിന് വേണ്ടിയിട്ട് സാദാ മുളക് പൊടി എന്തോരം ഇട്ടത്? അത് 1 സ്പൂണ്. കുരുമുളക് പൊടി എന്തോരുവാ? അത് ഒരു 1.5 സ്പൂണ്. ഇച്ചിരി കൂടുതൽ വേണം. തീ കുറച്ച് വെച്ചിട്ടാണ് പൊടികൾ ഇട്ടേക്കുന്നത്, കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറി കഴിയുമ്പോൾ വേണം കോഴിയുടെ പാർട്സ് ഇടാനായിട്ട്. ഇനി നമുക്ക് കോഴിയുടെ പാർട്സ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാല്ലേ. നല്ലപോലെ ഇളക്കി പിടിച്ച് അതിനകത്ത് ഗ്രേവി ശരിക്കും പിടിച്ച് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അടച്ച് വെച്ചപ്പോൾ തീ കുറച്ച്. റോസ്റ്റ് അല്ലേ? ഇത് റോസ്റ്റാണ്, പക്ഷെ ഇത് വേകാനായിട്ട് ഒരു കുഴമ്പ് പോലെ ഇരിക്കണം. പച്ചവെള്ളം അല്ലേ? ഇതാവാറായോ മമ്മി? ആവാറായില്ല, ഇത് പതുക്കെ ആവുള്ളൂ. എന്തോരം നേരം എടുക്കും? ഒരു 3/4 മണിക്കൂർ വേണം. ഇതെല്ലാം പിടിച്ച് പതുക്കെ വെന്ത് വരണ്ടേ. ഗരം മസാലയൊക്കെ എപ്പോഴാണ് ഇടുന്നത്? ഗരം മസാല ഏറ്റവും ലാസ്റ്റ് ഇടുന്നു. വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം വറ്റണം. വറ്റി ഇത് കുഴമ്പ് പോലെ ആയി വരണം. തീ കുറച്ചിട്ട് വേണം വേവിക്കാൻ. നോക്കിക്ക് മമ്മി, രണ്ടുപേരും ഒന്ന് ഇരിക്കണേ. അത് പിന്നെ കറി വെക്കണേ മണം അടിച്ച് അവന്മാർക്ക് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വന്ന് ഇരിക്കുന്ന 2 എണ്ണം. ഒരെണ്ണത്തെ കണ്ടില്ലല്ലോ. 3 എണ്ണം ഉണ്ടായിരുന്നു. നല്ല മണമൊക്കെ വന്നുണ്ടല്ലോ മമ്മി. വെന്തോ? വെന്തു. ഇതെന്താ പൊടി? ഇത് ചിക്കൻ മസാല. അതെന്തോരം വേണം? അതൊരു കുറച്ച്, ഒരുപാട് വേണ്ട, ആവശ്യത്തിന്. ഇനി നമുക്ക് ഇച്ചിരി ഗരം മസാലയും ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ പരിപാടി. ഗരം മസാലയും ഇട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടാൽ പരിപാടി കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. നമുക്കിനി ഇതൊരു മൂടിയൊക്കെ വെച്ചിട്ട് ഒന്ന് അടച്ചിട്ട് ഒരു 5-8 മിനിറ്റ് കൂടി ഒന്ന് വേവാൻ വേണ്ടി വെക്കാട്ടെ. ഈ വെള്ളം ഉണ്ടല്ലോ, ഇതും കൂടി വറ്റണമെങ്കിലാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇച്ചിരി കരിവേപ്പില അതിൻ്റെ മുകളിൽ വിതറാം. ഇനി വേവിക്കാൻ അടച്ച് വെച്ച് വേണ്ട, ഓഫാക്കാൻ പോവാണ്. ഇച്ചിരി നേരം മൂടി വെച്ചേക്കാം. മൂടി വെച്ചിട്ട് ആ കരിവേപ്പിലയുടെ മണമൊക്കെ ഒന്ന് പിടിക്കും. പിന്നെ നമ്മൾ കപ്പ നല്ല മുളകൊക്കെ ഇട്ട് വേവിച്ചിതാ വെച്ചിട്ടുണ്ട്. അപ്പം അതേ കപ്പയും പോട്ടിയും, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. എല്ലാവരും കാപ്പി കുടിക്കാൻ തുടങ്ങുവാണ്. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ടോ നോക്കി മമ്മി? ഉപ്പൊക്കെ നല്ല സൂപ്പർ കറിയാണ്. ഞാൻ ഉപ്പൊക്കെ നോക്കിയതായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ പോയി കപ്പയെ കഴിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണേ, വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.